ഹലോ നമസ്കാരം, പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ അൻഷാദ് ഇല്യാസ്. ഒരു വെടിയൊച്ചയുടെ ദൂരമുണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ ചരിത്രത്തിന്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA കൊല്ലപ്പെട്ട കൊലപാതക രാഷ്ട്രീയത്തിന്റെ ദൂരം. കെ കുഞ്ഞാലിയുടെ ജീവിതം പറയാതെ നിലമ്പൂർ രാഷ്ട്രീയം പറയാനാകില്ല. രണ്ടാം ലോക മഹായുദ്ധകാലം. ജർമ്മനിക്കെതിരെ ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ ഒപ്പം ചേർന്നു. ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പടയാളികൾ ഹിറ്റ്ലറിന്റെ നാസി പടയ്ക്കെതിരെ അണിനിരക്കാൻ ആഹ്വാനം. പട്ടാളത്തിൽ ചേരുന്നതും പാർട്ടി പ്രവർത്തനം എന്നുറച്ച് കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തിൽ അംഗമായി. അങ്ങനെ 1942 കൊണ്ടോട്ടിക്കാരനായ കെ കുഞ്ഞാലി സൈന്യത്തിലെത്തി. പക്ഷേ 1945 ആയപ്പോഴേക്കും സർക്കാരിന് സൈനികർ അധികപ്പറ്റായി. അവർ സൈനികരെ പിരിച്ചുവിട്ടു തുടങ്ങി. അതിനിടയ്ക്ക് കുഞ്ഞാലി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് കാണിച്ച് നാട്ടിൽ നിന്ന് ഊമക്കത്തെത്തി. അതോടെ കുഞ്ഞാലി ഉൾപ്പെടെ നിരവധി പേരെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. അന്ന് കുഞ്ഞാലിക്ക് പ്രായം 22 വയസ്സ് മാത്രമാണ്. ബീഡി കമ്പനിയിൽ പണിക്ക് പോയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കുഞ്ഞാലിയുടെ തലയിൽ കയറിയത്. സൈന്യത്തിൽ നിന്ന് തിരിച്ചുവന്ന് നാട്ടിൽ പാർട്ടി പ്രവർത്തനം തുടർന്ന കുഞ്ഞാലിയെ മൈസൂരുവിലെ ബീഡി തൊഴിലാളികൾക്കിടയിലേക്ക് അയക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു. പല ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും സൈനികനെന്ന ലോകപരിചയവും പാർട്ടിയോടുള്ള അചഞ്ചലമായ കൂറും കാരണമാണ് കുഞ്ഞാലിക്ക് നറുക്ക് വീണത്. അങ്ങനെ കുഞ്ഞാലി മൈസൂരിലെ ബീഡി തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ചു. പിന്നീട് നിലമ്പൂരിലേക്കായിരുന്നു കുഞ്ഞാലിയുടെ നിയോഗം. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കണം, തൊഴിലാളി സംഘടനയുടെ കരുത്ത് കൂട്ടണം. അതായിരുന്നു പാർട്ടി കുഞ്ഞാലിയെ ഏൽപ്പിച്ച ദൗത്യം. 1950ഓടെ കുഞ്ഞാലി എന്ന ഉശിരൻ നേതാവ് കാളികാവിലെത്തി നിലമ്പൂരുകാരനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായിരുന്ന A2C ആയിരുന്നു കുഞ്ഞാലിയുടെ തട്ടകം. നിലമ്പൂരിൽ ഒറ്റയ്ക്കൊരു സമര മുന്നേറ്റമായി മാറുകയായിരുന്നു പിന്നീട് കുഞ്ഞാലി. തൊഴിലാളികളെ മർദ്ദിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന തോട്ടം മുതലാളിമാരായ ബ്രിട്ടീഷുകാരും മാനേജർമാരും നടമാടിയിരുന്ന കാലമായിരുന്നു അത്. ഒത്ത അഭ്യാസിയും കരുത്തനുമായിരുന്ന കുഞ്ഞാലിയുടെ വരവോടെ നിലമ്പൂരിന്റെ തൊഴിലാളി സംഘടനാ പ്രവർത്തനം ആകെ മാറിമറിഞ്ഞു. തൊഴിലാളിയെ മർദ്ദിച്ചവരെ കുഞ്ഞാലിയും സംഘവും തിരിച്ചടിച്ചു. മാനേജർമാരുടെ ഗുണ്ടകളെ കുഞ്ഞാലി ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തി. സ്ത്രീകളുടെ ദേഹത്ത് കൈവച്ചവരെ സംഘടന കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പാവപ്പെട്ട തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും ചോദിക്കാനും പറയാനും അങ്ങനെ നിലമ്പൂരിൽ ഒരു നേതാവുണ്ടായി. പാട്ടത്തുക കുറയ്ക്കണമെന്ന് പറയുന്ന തൊഴിലാളികൾക്കെതിരെ കള്ളക്കേസെടുത്ത് പീഡിപ്പിച്ചിരുന്നു അന്ന് പോലീസ്. ഇങ്ങനെ മുതലാളിമാർക്ക് ഒത്താശ പാടുന്ന പോലീസുകാരും കുഞ്ഞാലിയുടെ കരുത്തറിഞ്ഞു. മുതലാളിമാരുടെ വീട് വളയൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് കുഞ്ഞാലി നേതൃത്വം നൽകി. മുതലാളിമാർക്കും മാനേജർമാർക്കും ജീവനിൽ ഭയമുണ്ടായി. അവർ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് പതിയെ പിന്തിരിഞ്ഞു. കുഞ്ഞാലിയിലൂടെ പാർട്ടി തൊഴിലാളികൾക്കിടയിൽ പടരുകയായിരുന്നു. അടിക്ക് തിരിച്ചടി എന്ന ശൈലിയുമായി കുഞ്ഞാലി നിലമ്പൂരിലെ തൊഴിലാളികളുടെ അനിഷേധ്യ നേതാവായി. 1962 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലി മത്സരിച്ചെങ്കിലും ജയിച്ചില്ല. പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1964 രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. CPIയും CPMുമായി. കുഞ്ഞാലി CPMനൊപ്പം നിന്നു. CPMുകാരെ ചൈനീസ് ചാരന്മാരെന്ന് മുദ്രകുത്തി സർക്കാർ തടവിലാക്കി. അങ്ങനെ കുഞ്ഞാലിയും ജയിലിലായി. റിമാൻഡ് തടവുകാരനായി കിടന്ന് 1965 കുഞ്ഞാലി നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ചു. നിലമ്പൂരിന്റെ ആദ്യ MLA. CPM ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും ഗവർണർ മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കാതെ നിയമസഭ പിരിച്ചുവിട്ടു. 1967 തിരഞ്ഞെടുപ്പിൽ ജയിച്ച് കുഞ്ഞാലി വീണ്ടും MLA ആയി. 1969 ജൂലൈ മാസം തൊഴിലാളി സംഘടനാ തർക്കത്തെ തുടർന്ന് നിലമ്പൂർ സംഘർഷഭരിതമായിരുന്നു. 26-ാം തീയതി ചുള്ളിയോട് ഭാഗത്ത് ചില സംഘർഷങ്ങൾ ഉടലെടുത്തു. കുഞ്ഞാലി അങ്ങോട്ടേക്ക് പോകേണ്ട എന്നായിരുന്നു പാർട്ടി തീരുമാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ക്വാർട്ടേഴ്സിൽ കയറി അടിക്കുമെന്ന വാർത്തകൾ പരന്നു. ഇതോടെ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് കുഞ്ഞാലി ചുള്ളിയോട് പാർട്ടി ഓഫീസിലേക്ക് വന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഓഫീസുകൾ റോഡിന് ഇരുവശവുമാണ്, മുഖാമുഖവുമാണ്. കോൺഗ്രസ് ഓഫീസിലേക്ക് ആര്യാടൻ മുഹമ്മദും എത്തി. രണ്ട് ഓഫീസിലും പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല.
രാത്രി 10 മണിയോടെ വീട്ടിലേക്ക് പോകാനായി കുഞ്ഞാലി പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി. കോൺഗ്രസ് ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ആരോ ടോർച്ചടിക്കുന്നു. ആരടാ എന്നായിരുന്നു ആരെയും കൂസാത്ത കുഞ്ഞാലിയുടെ ചോദ്യം. മറുപടി വാക്കുകളിലായിരുന്നില്ല, വെടിയുണ്ടയായിരുന്നു. കുഞ്ഞാലിയുടെ നെഞ്ചിൽ തന്നെ വെടിയുണ്ട തറച്ചു. കോൺഗ്രസ് പ്രവർത്തകർ പോലും സ്തബ്ധരായി പോയ നിമിഷമായിരുന്നു അത്. സംഘർഷമുണ്ടായിരുന്നെങ്കിലും അത് വെടിവെപ്പിലേക്ക് എത്തുമെന്ന് ആരും വിചാരിച്ചില്ല. സംശയങ്ങളെല്ലാം കോൺഗ്രസ് ഓഫീസിൽ ഉണ്ടായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ നേർക്ക് തന്നെ നീണ്ടു. തന്നെ വെടിവെച്ചത് ആര്യാടനും കൂട്ടരുമാണെന്ന് കുഞ്ഞാലിയുടെ മരണമൊഴിയുമുണ്ടായി. ഇതോടെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് കേസിൽ 1-ാം പ്രതിയായി. ജൂലൈ 29-ന് കുഞ്ഞാലി MLA കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. നിലമ്പൂരിനെ അടിമുടി അറിഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ വിയോഗം എല്ലാ വിഭാഗം ജനങ്ങളെയും വേദനയിലാഴ്ത്തി. ആര്യാടനോട് പകരം വീട്ടുമെന്ന മുദ്രാവാക്യങ്ങൾ നിലമ്പൂരിന്റെ ആകാശത്ത് പാറി നടന്നു. കേസിൽ 1 വർഷത്തോളം റിമാൻഡ് പ്രതിയായി ആര്യാടൻ ജയിലിൽ കഴിഞ്ഞു. EMS മന്ത്രിസഭ വീണു. CPI-കാരനായ C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും. കുഞ്ഞാലി വധക്കേസിന്റെയും വിധി മാറി മറിഞ്ഞു. ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരെ കോടതി വെറുതെ വിട്ടു. 2 കാര്യങ്ങളാണ് ആര്യാടന് അന്ന് അനുകൂലമായത്. കുഞ്ഞാലിക്ക് വെടിയേറ്റത് കോൺഗ്രസ് ഓഫീസുള്ള മുകളിലെ കെട്ടിടത്തിൽ നിന്നല്ലെന്നായിരുന്നു ഡോക്ടർമാരുടെ മൊഴി. കുഞ്ഞാലിക്ക് വെടിയേൽക്കുന്ന സമയം ആര്യാടൻ ഉണ്ടായിരുന്നത് ആ കോൺഗ്രസ് ഓഫീസിലുമായിരുന്നു. ഉയർന്ന അളവിൽ മരുന്ന് കുത്തിവെച്ച കുഞ്ഞാലിക്ക് മരണമൊഴി നൽകാനാകില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ മറ്റൊരു വാദം. ഇതെല്ലാം അംഗീകരിച്ചാണ് കോടതി ആര്യാടൻ മുഹമ്മദിനെയും 25 പ്രതികളെയും വെറുതെ വിട്ടത്. പിന്നീട് 1971-ൽ കുഞ്ഞാലിയെ വെടിവെച്ചെന്ന് ആരോപിക്കപ്പെട്ട ഗോപാലൻ എന്ന കോൺഗ്രസ് പ്രവർത്തകനെ പാർട്ടി പ്രവർത്തകർ കുത്തിക്കൊന്നു. ഈ കേസിലും ആരും ശിക്ഷിക്കപ്പെട്ടില്ല. കാലം പിന്നെയും കടന്നുപോയി. നിലമ്പൂരിൽ നിന്ന് MB ഗംഗാധരനും പിന്നീട് ആര്യാടൻ മുഹമ്മദും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി നിയമസഭയിലെത്തി. ഇന്ദിരാ വാഴ്ചയ്ക്കെതിരെ രൂപം കൊണ്ട സംഘടനാ കോൺഗ്രസിലേക്ക് ആര്യാടൻ മുഹമ്മദ് പതുക്കെ ചേക്കേറി. 1980-ൽ സംഘടനാ കോൺഗ്രസും CPM-ഉം ഒരേ ചേരിയിലായി. നിലമ്പൂരിൽ ആ ചേരിയുടെ സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയത് ആര്യാടൻ മുഹമ്മദ്. കുഞ്ഞാലിയെ കൊന്ന കേസിലെ പ്രതിക്കായി CPM തന്നെ വോട്ട് തേടിയ രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെ കാഴ്ച നിലമ്പൂർകാർ അങ്ങനെ കണ്ടു. നായനാർ മന്ത്രിസഭയിൽ അംഗമായ ആര്യാടന് നിയമസഭയിലേക്ക് വഴിയൊരുക്കാൻ വേണ്ടിയായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പ്. 82-ൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി TK ഹംസ നിലമ്പൂരിൽ നിന്ന് MLA ആയി. പക്ഷെ പിന്നീടുള്ള കാലം ആര്യാടന്റെ അപ്രമാദിത്വമായിരുന്നു. 1987 മുതൽ 2016 വരെയുള്ള 2 പതിറ്റാണ്ടുകൾ ആര്യാടൻ നിലമ്പൂർ MLA ആയി തുടർന്നു. പലവട്ടം മന്ത്രിയുമായി. കുഞ്ഞാലി ജീവിച്ചിരുന്നെങ്കിൽ ആര്യാടൻ ഈ രാഷ്ട്രീയ ഉയരത്തിൽ എത്തിച്ചേരില്ല എന്ന് വിശ്വസിച്ച നിലമ്പൂരുകാർ നിരവധിയായിരുന്നു. 2016-ൽ ആര്യാടൻ ഒഴിഞ്ഞ സീറ്റിൽ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച് കോൺഗ്രസ് പാളയത്തിൽ നിന്നെത്തിയ PV അൻവർ ഇടതു സ്വതന്ത്രനായി നിയമസഭയിലെത്തി. വിവാദങ്ങളേറെ ഉണ്ടായിട്ടും അൻവറിനെ CPM കാത്തു, പ്രതിരോധിച്ചു. 2021-ൽ കൂടുതൽ കരുത്തനായ അൻവർ ജയം ആവർത്തിച്ചു. മലപ്പുറം ജില്ലയിലെ CPM-ന്റെ കുന്തമനയായി അൻവർ മാറിയിരുന്നു. പക്ഷേ നിലമ്പൂരിന് കാലം കരുതി വെച്ചത് മറ്റൊരു വൈരുദ്ധ്യ രാഷ്ട്രീയ കാഴ്ചയായിരുന്നു. CPM-നെയും പിണറായി വിജയനെയും തള്ളിപ്പറഞ്ഞ് അൻവർ ഈ വർഷം ജനുവരി 13-ന് MLA സ്ഥാനം രാജിവെച്ചു. അന്നുവരെ കുറ്റം പറഞ്ഞ കോൺഗ്രസുമായി കൂട്ടുകൂടാൻ തൃണമൂൽ കോൺഗ്രസായി അൻവർ മാറി. നിലമ്പൂർ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷിയാവുകയാണ്. സഖാവ് കുഞ്ഞാലിയുടെ കാലത്ത് തുടങ്ങിയ സംഭവബഹുലമായ രാഷ്ട്രീയത്തിന്റെ തുടർച്ച എന്ന പോലെ പ്രവചനാതീത സംഭവങ്ങളിലൂടെ നിലമ്പൂർ വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പേജ് 10 സ്റ്റോറീസിന്റെ വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾ കിട്ടാനായി കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. നന്ദി, നമസ്കാരം.